കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. കെ.എസ്. രതീഷ് എഴുതിയ ചെറുകഥ ലേഔട്ട്. നീയൊക്കെ ഇവിടെ എന്ത് സാംസ്കാരിക ഇടപെടലാണ് നടത്തുന്നത്? 6 മാസമെങ്കിലും നിന്റെ ഈ കഥകൾക്ക് ആയുസ്സുണ്ടോ? ഇതൊക്കെ ചേർത്ത് പുസ്തകമാക്കിയാൽ കേരള ബുക്സിന്റെ ക്രെഡിബിലിറ്റി എന്താകും? അയാൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കഥകളുമെടുത്ത് കേരളയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ കൂട്ടിയിട്ടിരുന്ന പുസ്തകങ്ങളിൽ വാശിയോടെ ചവിട്ടി. മർത്യനോട് ഏറ്റവും വെറുപ്പ് തോന്നിയത് അന്നാണ്. സ്വന്തമായി 2 കഥാസമാഹാരങ്ങളും പ്രമുഖ പതിപ്പുകളിൽ ചില കഥകളും അച്ചടിച്ചു വന്നപ്പോൾ അതിൽ ചിലതുമെടുത്ത് ഞാൻ അയാളെ ഒരിക്കൽ കാണാൻ ചെന്നിരുന്നു. 1-2 വായിച്ചിട്ട് എന്റെ നേർക്ക് അലറിയതാണിതൊക്കെ. ആദ്യ 2 പുസ്തകങ്ങൾ പ്രസാധകർക്ക് കാശ് കൊടുത്ത് ഇറക്കിയപ്പോൾ 3-മത്തേത് കേരള ബുക്സിലാകട്ടെ എന്ന് ഞാനും കരുതി. അച്ചടിക്കാൻ കാശ് വേണമെങ്കിൽ അയാൾക്കത് ചോദിക്കാമായിരുന്നു. പക്ഷേ അന്ന് അയാൾ ചെയ്തതോ? സംഭവം സത്യമാണ്. കഴിഞ്ഞ 7-8 വർഷത്തിൽ 80-90 പുസ്തകങ്ങൾ മാത്രമേ കേരള ബുക്സിലുള്ളൂ. അയാളുടെ പുസ്തകങ്ങൾക്ക് നല്ല വായനക്കാരുണ്ട്. അച്ചടിക്കാൻ ഇതുവരെ ആരോടും കാശ് വാങ്ങിയിട്ടില്ലെന്നാണ് കേട്ടത്. എന്റെ കഥാസമാഹാരങ്ങൾ ഉൾപ്പെടെ 137 പുസ്തകങ്ങളാണ് സ്വാഡ് ബുക്സ് വെറും 8 മാസം കൊണ്ട് വായനക്കാരിൽ എത്തിച്ചത്. അതിലൊരെണ്ണം കഴിഞ്ഞയാഴ്ച 2-ാം പതിപ്പുമായി. കേരള ബുക്സ് മേരി ഗിൽഡയുടെ കവിതകൾ ചേർത്ത് പുസ്തകമാക്കിയിരിക്കുന്നു. ഇന്നലെ ഇറങ്ങിയ കവിതാ സമാഹാരത്തിന്റെ എഴുത്തുകാരി മേരി ഗിൽഡയെ നിങ്ങൾക്കും അറിയാമായിരിക്കും. വെറും പ്രാഞ്ചിയേട്ടനായ ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യയാണ് കക്ഷി. ഫേസ്ബുക്ക് സെലിബ്രിറ്റിയാണ്. കവിത എന്ന പേരിൽ എഴുതിക്കൂട്ടുന്ന ചവറിനൊക്കെ ഞാനും കമന്റും ലൈക്കും ധാരാളം ഇട്ടിട്ടുണ്ട്. രൂപ 5000 എഡിറ്റർക്ക് കൊടുത്താൽ ആരെയും മുഖചിത്രമാക്കുന്ന ഒരു പതിപ്പിന്റെ കഴിഞ്ഞ ലക്കത്തിലെ താരം നമ്മുടെ ഈ കക്ഷിയായിരുന്നു. അവരുടെ പുസ്തകത്തിന്റെ പ്രസാധകർ മർത്തിന്റെ കേരള ബുക്സ് ആണെന്ന് അറിഞ്ഞത് മുതൽ തുടങ്ങിയ കലിപ്പാണെനിക്ക്. എന്റെ മുഖത്തേക്ക് കഥകളും വലിച്ചെറിഞ്ഞ് എന്നോട് അന്ന് അയാൾ പറഞ്ഞതൊക്കെ അതേ ചടങ്ങിൽ വെച്ച് രഹസ്യമായിട്ടാണെങ്കിലും അയാളോട് തിരികെ ചോദിക്കണം. തികച്ചും സർഗാത്മകമായ പ്രതികാരം. പിന്നെ നമ്മുടെ മേരി ഗിൽഡയെ പിണക്കാനും പറ്റില്ല. സാഹിത്യലോകത്തെ വമ്പൻ നിരയാണ് പ്രകാശനത്തിനെത്തുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനവും സ്വീകരണവും കേരള കേന്ദ്ര അക്കാദമികൾ നേടിയ 2 പ്രമുഖരേറ്റിട്ടുണ്ട്. പുസ്തകാവതരണമാണെങ്കിലോ ഫേസ്ബുക്കിലും സമാന്തര പതിപ്പുകളിലും എഴുത്തുകാരെ നിഷ്കരണം വലിച്ചു കീറുന്ന ഒരു നിരൂപണ നരസിംഹം. ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ ഓഡിറ്റോറിയത്തിൽ പ്രകാശന ചടങ്ങ്. പ്രാഞ്ചിയേട്ടൻ ഭാര്യയ്ക്കു വേണ്ടി വൻതുക ഇറക്കിയിട്ടുണ്ട്. പ്രകാശന പോസ്റ്റർ ഫേസ്ബുക്കിൽ ഞാൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഗിൽഡ ഫാൻസ് ഷെയർ ചെയ്തു. 3 പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേരി ഗിൽഡയുടെ കവിതയില് ഒരു കോപ്പൊന്നും കണ്ടിട്ടാകില്ല മർത്യൻ ആ പുസ്തകം ഇറക്കിയതെന്ന് ഉറപ്പ്. ഉള്ളിൽ കിടക്കുന്ന കലിപ്പും തീർക്കാം, മേരി ഗിൽഡയെ കാണുകയും ചെയ്യാം. ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് സ്ഥലത്തെ വില കൂടിയ കാറുകളുടെ നീണ്ട നിര കണ്ടപ്പോൾ ഒന്നുറപ്പായി, സംഭവം കളറാകും. പ്രവേശന കവാടത്തിൽ കവയത്രിയോടൊപ്പം നമ്മുടെ പ്രാഞ്ചിയേട്ടന്റെ കൂറ്റൻ ഫ്ലെക്സ് കണ്ട് എനിക്ക് ചിരിയണ പൊട്ടി. ഏതോ സിനിമയിൽ ശ്രീനിവാസനും ഭാര്യയും നിൽക്കണത് പോലെ. സദസ്സ് ഏതാണ്ട് നിറഞ്ഞിരുന്നു. എനിക്ക് കാണേണ്ടത് അയാളെ മാത്രം. അയാളെയാണെങ്കിൽ അവിടെയെങ്ങും കാണാനുമില്ല. എന്നെ കണ്ടതും മേരി ഓടി വന്ന് ഒറ്റ ആശ്ലേഷം. ഏതോ വിദേശ പെർഫ്യൂം എന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഞാനാകെ പൂത്തുലഞ്ഞു. നമ്മുടെ കേരളയിലെ മർത്യൻ സാർ എവിടെ? എന്റെ ചോദ്യം കേട്ട് എഴുത്തുകാരി കണ്ണു തുടച്ചു. മുഖത്ത് കൺമഷി പടർന്ന പോലെ വിഷാദം. മേരിയുടെ കവിതകൾക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ഒരു ആരാധകൻ എന്നെ മാറ്റി നിർത്തി രഹസ്യമായി പ്രതിഷേധിച്ചു. ഇവനെയൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യാനുള്ളതാ. ദേ ഈ കെട്ടിടത്തിന്റെ പിറകിൽ കുടിച്ച് ബോധം കെട്ട് ഇരിപ്പുണ്ട്. എനിക്ക് അടക്കാനാകാത്ത സന്തോഷത്തിന്റെ വേലിയേറ്റമുണ്ടായി. എന്നിട്ടും ഒരു കുഞ്ഞോളം പോലും പുറത്തു കാട്ടിയില്ല. ചടങ്ങ് തുടങ്ങാനായി വേദിയിലേക്ക് സാഹിത്യലോകത്തെ നക്ഷത്രങ്ങൾ മേരിക്ക് പിന്നാലെ നടക്കുന്നു. കെട്ടിടത്തിന്റെ പിന്നിൽ മരത്തിന്റെ അടുത്തേക്ക് ഞാൻ ഓടുകയായിരുന്നു. പുറകിലെ വാതിലിൽ ചാരിയിരിക്കുന്ന അയാൾക്കു ചുറ്റും നോട്ടുകൾ ചിതറിക്കിടക്കുന്നു. ഒരു സ്ത്രീയും 15 വയസ്സ് തോന്നിക്കുന്ന ചെറുക്കനും ചേർന്ന് അതെല്ലാം പെറുക്കിയെടുക്കുന്നു. എന്നെ അവർ മുഖമുയർത്തി നോക്കി. അയാളുടെ പോക്കറ്റിലിരുന്ന പേഴ്സും ഫോണും നിലത്ത് കിടന്ന കണ്ണാടിയും ചെറുക്കനെടുത്ത് ഒരു കവറിലിട്ടു.
എന്നിട്ട് മുഖത്ത് കുലുക്കി അപ്പാ അപ്പാ എന്ന് വിളിച്ചു നോക്കി. സ്ത്രീ അവന്റെ കൈ തട്ടിമാറ്റി നടന്നു നീങ്ങി. അവരോടൊപ്പം എത്താൻ തിടുക്കത്തിൽ പോകുന്ന ആ കുട്ടി 1-2 തവണ എന്നെ തിരിഞ്ഞു നോക്കി. ബോധം കെട്ട് കിടക്കുന്ന ഒരാളോട് മൂർച്ച കൂട്ടിവെച്ച വാക്കുകൊണ്ടല്ല, വാളുകൊണ്ട് പ്രതികാരം ചെയ്തിട്ടും കാര്യമില്ലെന്ന് കരുതിയാണ് അയാൾ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും എഴുതാനും കമ്പനി കൂടാനും 4-5 ചങ്ങാതികൾ ചേർന്നെടുത്ത ലോഡ്ജ് മുറി. രാത്രി മുഴുവൻ മർത്യൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അയാൾ ഉണരാൻ ഞാൻ കാത്തിരുന്നു. എഴുന്നേറ്റ ഉടൻ എന്നോട് ഫോൺ ആവശ്യപ്പെട്ടു. ആരോടൊക്കെയോ സംസാരിക്കുന്നു. കൂടുതലും ക്ഷമ പറച്ചിലുകൾ. നിരാശയോടെ കട്ടിലിൽ വന്നിരുന്ന അയാളെ എനിക്ക് ചോദ്യം ചെയ്യാൻ തിടുക്കമായി. പക്ഷേ മർത്യൻ കരയുന്നത് പോലെ പറയാൻ തുടങ്ങി. പുസ്തകമുണ്ടാക്കല് ഏതോ വലിയ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് കരുതുന്ന ഞാൻ അടക്കമുള്ള പ്രസാധകർ പൊട്ടന്മാരാണ്. എഴുത്തുകാർക്കും വായനക്കാർക്കും കേരള മർത്യൻ വെറും മുതലാളി. നീയൊക്കെ കുത്തിക്കുറിക്കണത് ടൈപ്പ് ചെയ്ത് പ്രൂഫ് വായിച്ച് അതിന് ചേർന്ന ചിത്രവും വരച്ച് മനോഹരമായ കവറുണ്ടാക്കി പുസ്തകമാക്കാൻ എത്രയാ മെനക്കേടെന്നറിയാമോ? വൻ വാടക കൊടുത്ത് കടയിലോ മേളകളിലോ വിതരണത്തിന് വച്ചാൽ വരുന്നവനൊക്കെ ചീഞ്ഞ മീനിനേക്കാൾ വിലക്കുറവ് വേണം. മേശപ്പുറത്തിരിക്കുന്ന ബ്രാണ്ടിക്കുപ്പിയിലേക്ക് മർത്യന്റെ നോട്ടം വീഴുന്നത് കണ്ട് ഞാൻ ഒരു പെഗ്ഗോളം ഗ്ലാസ്സിലേക്ക് പകർന്നു. ഒറ്റ വലിക്കുള്ള ആ കുടി കണ്ടാലറിയാം കക്ഷിക്ക് ഇത് ഒട്ടും ശീലമില്ലെന്ന്. ഇയാൾ പറയട്ടെ, ഒടുവിൽ എല്ലാം ചേർത്ത് കുഴിച്ചിടാനുള്ള വക ഞാൻ കരുതിയിട്ടുണ്ടല്ലോ. എന്തേലും എഴുതി തിന്ന് നീയൊക്കെ ഒറ്റ പോക്കല്ലേ? പിന്നെ അതിന്റെ പതിപ്പ് തീർന്നോ, റോയൽറ്റി ആയോന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാകൂ. ദേ, ഇന്നലെ കേരള ബുക്സ് ഒരുത്തിയുടെ കവിത ചെയ്തല്ലോ. ഈ കാലത്ത് ആരാ കവിത വായിക്കണത്? അതും അവരെഴുതണത് പോലെയുള്ള ചവറ് സാധനങ്ങൾ. എങ്ങനെയെങ്കിലും ആ മാരണം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയാണ് അച്ചടിക്കാൻ ഒരു വലിയ തുക ചോദിച്ചത്. നിന്ന നിൽപ്പിൽ അതും സമ്മതിച്ച് 100-150 കവിതകളും തന്ന് അവരങ്ങ് പോയി. അത് വായിച്ച് എഡിറ്റ് ചെയ്ത സമയം കൊണ്ട് എനിക്ക് എന്തൊക്കെ എഴുതാമായിരുന്നു, വായിക്കാമായിരുന്നു. വെറുതെ ഇരുന്നാലും ലാഭമായിരുന്നു. ഇന്നലെ ആയിരുന്നു എൻ്റെ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന തൃശ്ശൂരിലെ പ്രസ്സുകാരോട് പറഞ്ഞ ഒടുവിലെ അവധി. ആ കാശ് ഒപ്പിക്കാനായിട്ടാണ് ഇന്നലെ പ്രകാശനം നടത്തിയത്. അവിടെ വന്ന ആൾക്കൂട്ടം കണ്ടോ? കേരള ബുക്സിൽ ഒറ്റ വർഷം കൊണ്ട് വിൽക്കുന്ന പുസ്തകം അവിടെ ഒറ്റ ദിവസത്തിൽ തീർന്നു കാണും. ഒരുത്തരും വായിക്കില്ല. ആ പുസ്തകം എൻ്റെ സ്റ്റാളിൽ ഇരിക്കുന്നതിലും നല്ലത് വായനക്കാർക്ക് വിഷം വാങ്ങിക്കൊടുക്കുന്നതാണ്. മർത്യൻ ഒന്ന് ശക്തിയായി ചുമച്ചു. കഫം ജനാല വഴി പുറത്തേക്ക് കാർക്കിച്ചു തുപ്പി. അതിനെ പ്രതിരോധിച്ച് അകത്തേക്ക് വന്ന കാറ്റിൽ തുപ്പലിന്റെ നനവുണ്ടായിരുന്നു. മുന്നോട്ടുള്ള ആ ഇരിപ്പ് കണ്ടാലറിയാം അയാൾക്ക് സംഭാഷണം നിർത്താനുള്ള ഭാവമില്ലെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇയാളുടെ പുസ്തകം അല്പം ഗുണമുള്ളതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുവാന്ന് കൂട്ടിക്കോ. ആരാ തൻ്റെ പേര് ചോദിച്ചു വന്ന് പുസ്തകം വാങ്ങിക്കുന്നത്? അതൊക്കെ എൻ്റെ ഗോഡൗണിൽ കിടക്കും. പിന്നെ ലൈബ്രറി കൗൺസിലിന്റെ മേള വന്നാൽ 5-10 പീസ് പോയാലായി. നാട്ടിലെ ലൈബ്രറികളിൽ നിന്നും പുസ്തകം എടുക്കാൻ വരുന്നവർക്ക് വല്ല അന്തവും കുന്തവും ഉണ്ടോ? നേരെ കൊമ്പന്മാരുടെ അടുത്ത് ചെല്ലും. സർക്കാർ കൊടുത്ത ഗ്രാന്റ് മുഴുവൻ അവിടെ തീർക്കും. അവർക്കിപ്പോഴും സാഹിത്യത്തിലെ കുലപതികളുടെ രചനകൾ മതി, പുതിയ ഒറ്റ ടൈറ്റിൽ വേണ്ട. ഈ കൊമ്പന്മാർ അതിൻ്റെയൊക്കെ പുതിയ പതിപ്പുണ്ടാക്കി ജയിക്കും. തനിക്കറിയോ മിടുക്കരായ എത്ര പുതിയ എഴുത്തുകാരെയാണ് കേരള ബുക്സ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന്? ഇതൊക്കെയല്ലേ സത്യത്തിൽ നവോത്ഥാനം. തെറ്റിയും തെറിച്ചും ഏതെങ്കിലും ടീം വന്നാലോ അവർക്ക് എത്ര കമ്മീഷൻ കിട്ടും, അതാണ് അറിയേണ്ടത്. ബില്ലിൽ നമ്മൾ കുറച്ചു കൊടുക്കണ തുക കൊണ്ടാണ് ഈ വരണവന്റെയൊക്കെ യാത്രാ ചെലവ് നടക്കുന്നത്. സ്റ്റാളിന്റെ വാടക എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് കരുതി പേപ്പർ വിലയ്ക്ക് തൂക്കി കൊടുക്കുന്നത് പോലെ വിൽക്കും. ഇതൊക്കെ അവന്മാര് ലൈബ്രറികളിൽ ശവത്തെ പോലെ കുഴിച്ചിടും. അയാൾ വീണ്ടും കഫം തുപ്പാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ അല്പം മാറിയിരുന്നു. പട്ടിണിയാണെങ്കിലും അങ്ങ് ശ്രീലങ്കയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? മിനിമം 15,000 കോപ്പിയെങ്കിലും സർക്കാർ വാങ്ങി പ്രസാധകരെ സഹായിക്കും. ഇവിടെ ആണെങ്കിലോ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്ന വർഗമുണ്ടെന്ന് തന്നെ സർക്കാരിന് അറിയില്ല. ഒരല്പം നികുതി ഇളവ് പോലും പരിഗണിക്കില്ല. കർഷകർ മാത്രമല്ല, ഇവിടെ പല പ്രസാധകരും വൻ തുകകളാണ് ലോണായും വട്ടിപ്പലിശയ്ക്കും എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്.
ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പേപ്പറിൽ വായന നടക്കുമെന്ന് തോന്നണില്ല. വായനശാലകളൊക്കെ പൂട്ടിപ്പോകും. നാട്ടിൽ തുറക്കാതെ കിടക്കുന്ന സാഹിത്യപോഷിണി വായനശാലയും സെക്രട്ടറിയായ എൻ്റെ മേശയിൽ വിശ്രമിക്കുന്ന താക്കോലും ഓർത്ത് എനിക്ക് ഞെട്ടലുണ്ടായി. വലിയൊരു പത്രത്തിലെ ജോലി കളഞ്ഞിട്ടാണ് ഈ സാഹസത്തിന് ഞാൻ ഇറങ്ങിയത്. ഇതുവരെ ഒറ്റ രൂപ സമ്പാദ്യമില്ല. ഇനി ഇത് നിർത്താൻ പറ്റുമോ? അതിനും കഴിയണില്ല. സ്വന്തമായൊരു വീടോ കാറോ ഇല്ല. കുടുംബമായൊരു സിനിമ കണ്ട കാലം മറന്നു. ഏതെങ്കിലും സർക്കാർ ഓഫീസിലെ ഒരു പ്യൂണിന് ഈ ഗതികേട് ഉണ്ടാകുമോ? ഇന്നലെയാണ് ആദ്യമായി ഒരു ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുന്നത്. അയാൾ കുറെ നേരം എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ കരുതി വെച്ച വാക്കുകൾ അയാളെ ഭയന്ന് പുറത്തു വന്നില്ല. പഞ്ചായത്ത് ഓഫീസിലെ പണിയും കഴിഞ്ഞ് തളർന്നു വരുന്ന അവളും ഞാനും രാത്രികൾ മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ്. ഒരു സ്റ്റാഫിനെ വയ്ക്കാൻ എവിടെന്നാ കാശ്? വീട്ടു ചെലവ് തന്നെ അവളുടെ ശമ്പളത്തിലാണ്. പ്രസ്സുകാരൻ വന്ന് ചീത്ത വിളിച്ചു പോയതിന് പിന്നാലെയാണ് മേരി ഗിൽഡ കവിതയുമായി വന്നത്. ഇപ്പോൾ കാശ് വാങ്ങി അച്ചടിക്കണത് വലിയ പാപമൊന്നുമല്ല. കവറിനും ചിത്രത്തിനുമൊക്കെ വലിയ തുകയാകും. അവരിന്നലെ ആ തുക തന്നില്ലായിരുന്നെങ്കിൽ പ്രസ്സുകാരൻ പേപ്പർ വിലയ്ക്ക് എൻ്റെ പുസ്തകം മുഴുവൻ എടുത്തോണ്ട് പോകുമായിരുന്നു. ഇനിയുള്ള കാലത്ത് പുസ്തകം ചെയ്യാനൊന്നും ആരും മുന്നോട്ട് വരുമെന്ന് തോന്നണില്ല. കഴിഞ്ഞ മാസം ലാഡർ ബുക്സ് തുടങ്ങിയ പയ്യന്റെ കാര്യം ഓർത്താൽ എനിക്ക് പേടിയാ തോന്നണത്. എത്ര താല്പര്യത്തോടെയാണ് ഓരോരുത്തര് ഈ രംഗത്തേക്ക് വരുന്നത്. അവന്റെ വിധിയും ആ ഷെൽവിയെ പോലെയൊക്കെ ആകും. എനിക്കാണെങ്കിൽ ആ ബുദ്ധിയും തോന്നണില്ല. ഷെൽവി ആരാണെന്ന് ചിന്തിച്ചിരുന്ന എന്നോട് മർത്യൻ അടുത്ത പെഗ് ചോദിച്ചു. നിറഞ്ഞ ഗ്ലാസിനോടൊപ്പം എൻ്റെ ബാഗിൽ നിന്ന് അന്ന് വലിച്ചെറിഞ്ഞ കഥകൾ അയാളുടെ മുന്നിൽ വച്ചു. മർത്യന്റെ മുഖത്ത് അറിയാതെ ഒരു പരിഹാസച്ചിരി വന്നുപോയി. തനിക്കറിയോ, ഈ നാട്ടിലെ പ്രസാധകരുടെ ഒരു യോഗം ചേർന്നാൽ കേരളയുടെ മർത്യന് ഏറ്റവും മുന്നിൽ തന്നെ ഒരു സീറ്റുണ്ടാകും. അവിടെ മർത്യന്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്. മായം കലക്കാതെ പുസ്തകം ഇറക്കിയതിന്റെ ഏക സമ്പാദ്യം. അതാണ് ഇന്നലെ ഞാൻ കളഞ്ഞു കുളിച്ചത്. ഞാൻ ഈ മാറ്റർ വായിച്ചാൽ പുസ്തകമാകുമെന്ന് ഒരു ഉറപ്പുമില്ലാട്ടോ. സ്വബോധത്തിൽ കാശു വാങ്ങുന്ന ഏർപ്പാട് പറ്റില്ലെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ വായിക്കാം. എൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം കണ്ട് അയാൾക്കും ചെറിയ ചിരി വന്നു. കുടുംബത്തെക്കുറിച്ചും ജോലിയെപ്പറ്റിയും തിരക്കി. ഏതോ ഒരു കവിതയും ചൊല്ലി കുളിമുറിയിലേക്ക് അയാളും സമീപത്തെ ഹോട്ടലിലേക്ക് ഞാനും ഇറങ്ങി. കുളിമുറിയിൽ നിന്ന് എൻ്റെ പഴയ മുണ്ടുമുടുത്ത് ഇറങ്ങി വരുന്ന ആ മനുഷ്യന്റെ മുഖത്തെ ചിരി കണ്ട് എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഹോട്ടലിൽ നിന്ന് വരുത്തിയ ഭക്ഷണവും കഴിച്ച് അയാൾ എൻ്റെ കഥകൾ വായിക്കാനിരുന്നു. ഓഫീസിലേക്ക് ഇറങ്ങും മുമ്പ് മർത്യൻ വീണ്ടും ഫോൺ വാങ്ങി വീട്ടിലേക്കും കേരളയുടെ ഓഫീസിലേക്കും വിളിച്ചു. പുള്ളിക്കാരി ആകെ കലിപ്പിലാണ്. ഇന്നലെ ഞാൻ വല്ലാതെ ബോറാക്കിയല്ലേ. 16 കൊല്ലമായില്ലേ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ മാസം കടയുടെ വാടക കൊടുക്കാനില്ലാതെ ബൈക്ക് വിറ്റപ്പോൾ പുള്ളിക്കാരി എനിക്ക് മുന്നിൽ വച്ച നിർദ്ദേശം എന്താണെന്നറിയോ നിനക്ക്? ഇതെല്ലാം നിർത്തി വല്ലതും എഴുതിയും വായിച്ചും വീട്ടിലിരുന്നോളാൻ. എത്ര ബുദ്ധിമുട്ടായാലും അവളുടെ ശമ്പളത്തിൽ ജീവിക്കാമെന്ന്. പണ്ട് ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. മലയാളത്തിലെ മിക്ക പതിപ്പിലും കഥകളും കവിതയും വന്നിട്ടുണ്ട്. അങ്ങനെയാ പുള്ളിക്കാരി കൂടെ പോന്നത്. എനിക്കറിയാം, അവൾ പറയുന്നതാണ് റിയാലിറ്റി, അതാണ് സത്യം. പക്ഷേ എനിക്ക് പിന്മാറാൻ പറ്റണില്ലല്ലോ. അവള് പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങ് ചത്തതുപോലെയായി. ഞാനിപ്പോൾ സ്ഥിരമായി കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? കേരള ബുക്സിന്റെ മുമ്പിൽ പുസ്തകങ്ങൾ ചിത പോലെ അടുക്കി വച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ ഞാൻ വെള്ള പുതച്ച് കിടക്കുന്നു. എൻ്റെ കുട്ടി അതിന് തീ കൊടുക്കുന്നു. പുസ്തകം ഉണ്ടാക്കണത് കലയല്ല. നല്ല കച്ചവടം അറിയില്ലെങ്കിൽ മർത്യന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ തുടങ്ങിയ എന്നെ അയാൾ തടഞ്ഞു. എൻ്റെ കഥകളുമായി മേശയിൽ ചെന്നിരുന്നു. ബാങ്കിലേക്ക് ഇറങ്ങാൻ നേരം മർത്യൻ എൻ്റെ കൈ പിടിച്ചു കുലുക്കി. അയാൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ ഹോട്ടലിൽ ഏൽപ്പിച്ചിരുന്നു. എൻ്റെ കണ്ണട മൂക്കിൽ ഒരു അല്പം താഴ്ത്തി വച്ച് കഥ വായിക്കുന്ന മർത്യന്റെ ചിത്രമാണ് ഒടുവിൽ എൻ്റെ കണ്ണിൽ പതിഞ്ഞത്. കേരള ബുക്സിൽ എൻ്റെ അടുത്ത കഥാസമാഹാരം വരുന്നതും ആയിരക്കണക്കിന് ആളുകൾ വായിക്കുന്നതും കിനാവ് കണ്ടിരുന്ന് വൈകിട്ട് കൗണ്ടറിൽ ക്യാഷ് ക്ലോസ് ചെയ്യുമ്പോൾ 4000 കുറവ് കാണിച്ചു. എന്നിട്ടും എനിക്ക് നഷ്ടം തോന്നിയില്ല. ലോഡ്ജ് മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണടയും പേനയും കട്ടിലിന്റെ അരികിലെ കസേരയിൽ വച്ചിട്ടുണ്ട്. അയാൾ ഉടുത്തിരുന്ന മുണ്ട് കഴുത്തേ അറ്റം വരെ മൂടിയിരുന്നു. ബ്രാൻഡിക്കുപ്പിയിൽ ഒരല്പവും കുറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഊണിന്റെ പൊതി മേശപ്പുറത്ത് പാതി തുറന്നിരിപ്പുണ്ട്. ലോഡ്ജിലെ 3ാമത്തെ മുറിയിൽ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ വന്ന് കാര്യം ഉറപ്പിച്ചു.
വിവരമറിയിക്കാൻ മർത്യൻ വിളിച്ച നമ്പരിലേക്ക് ഞാൻ വിളിച്ചു നോക്കി. "നിന്റെ മർത്യ, നീ ഒന്ന് വാ. എന്താ ഇങ്ങനെയൊക്കെ? ഇന്നലെ രാത്രി തന്നെ ഞാനും മോനും കൂടെ ആ നോവലിന്റെ ബാക്കി ടൈപ്പ് ചെയ്ത് തീർത്തു. ഞാൻ വായിച്ചു. നല്ല വർക്ക്. നീയൊന്ന് വായിച്ചാൽ പ്രസ്സിലേക്ക് വിടാം. അവനിപ്പോൾ നിന്റെ അതേ വേഗതയുണ്ട്. ഇവനും നിന്റെ വഴിക്കെന്നാ തോന്നണത്." ആ സ്ത്രീയോട് എനിക്ക് മറുപടി ഒന്നും പറയാനായില്ല. മേശയിലിരുന്ന് എന്റെ കഥകളിൽ അയാൾ കാര്യമായ തിരുത്തൽ വരുത്താൻ ശ്രമിച്ചിരിക്കുന്നു. അതിന്റെ പുറത്ത് ചുവന്ന വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നി. മേശപ്പുറത്തിരിക്കുന്ന ചോറിൽ നിന്ന് പുളിച്ച ഒരു ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. കഥകളും പാഥേയവും ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞ് കട്ടിലിലേക്ക് നോക്കുമ്പോൾ വായന കഴിഞ്ഞ് മടക്കി വെച്ച മനോഹരമായൊരു പുസ്തകം പോലെ മർത്യൻ ഉറങ്ങുകയായിരുന്നു.